ഹലോ, ഞാൻ ഇന്നേ ഒരു തായ് കല്യാണം കൂടാൻ പോവാണേ. തായ്ലാൻഡ് വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു കല്യാണം കൂടാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. എങ്ങനെയാണ് ഏതാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ അവരുടെ കല്യാണം രാവിലെ കഴിഞ്ഞായിരുന്നു. ഇത് റിസപ്ഷനാട്ടോ. എൻ്റെ പാർട്ടിയിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണെങ്കിലും ഫുള്ള് ഈവൻറ്റ് മാനേജ്മെൻറ്റാണ് ഏറ്റെടുത്തേക്കുന്നത്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഇൻവിറ്റേഷൻ ലെറ്റർ ഫസ്റ്റ് കൊണ്ടുപോയി കൊടുക്കുന്നു. അന്നേരം അവർ തന്നെ നമ്മുടെ ടേബിളിലേക്ക് കൊണ്ടുപോയിരുത്തും. നമ്മുടെ ആ റിസർവ് ചെയ്ത ടേബിളിലാണ് നമ്മൾ ഇരുത്തുന്നത്. ഒരു ചെറിയൊരു എന്നാ വേണ്ടേ ബോർഡ് ഇതുണ്ടാവും, നമ്മളെ ഇൻവൈറ്റ് ചെയ്തതിൻ്റെ ഒരിതുണ്ടാവും. അവിടെ കൊണ്ടുപോയിരുത്തുന്നു. നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുന്നു. അന്നേരം ഫസ്റ്റ് അവിടെ ടേബിളിൽ വെച്ചേക്കുന്ന സാധനം കണ്ട് ഞാനൊന്ന് ഞെട്ടി കേട്ടോ. കാരണം ആദ്യമേ ഒരു സ്നാക്സും പിന്നെ ഈ വെള്ള ബോക്സ് കണ്ടോ, അതെന്താണെന്ന് മനസ്സിലായോ? അത് വിസ്കിയാണ്. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടുള്ള ഇത് പറയുന്നതല്ല. അവിടെ ഫസ്റ്റ് നമുക്ക് റിലാക്സ് ചെയ്ത് പതുക്കെ അത് കഴിച്ച് അതിന് ശേഷം ഫുഡ് വരും. അങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെണ്ണിൻ്റെ എൻട്രി ആവുന്നു കേട്ടോ. കല്യാണ പെണ്ണിൻ്റെ എൻട്രി ആയി. പെണ്ണ് ചെറുക്കനും വന്നു. നല്ലൊരു സുന്ദരി പെണ്ണാണ്. ചെറുക്കനും കൊള്ളാം കേട്ടോ. രണ്ടും നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന് ഇത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടല്ലോ, വിസ്കി ബ്രാൻഡി, അങ്ങനെ പല പല ഇതുണ്ട്. ഇഷ്ടംപോലെ കഴിക്കാം. പക്ഷെ കഴിക്കുന്നതിൻ്റെ അളവ് ഇവർ തീരെ കുറവാണ്. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ചായക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇടുമെങ്കിൽ ഒരു തരി എന്നുള്ള അളവിലാണ് ഇവർ മദ്യം കഴിക്കുന്നത്. ഒരു തുള്ളി ഒഴിക്കുള്ളൂ, ബാക്കി ഫുള്ള് ഐസ് ക്യൂബ് ആയിരിക്കും കേട്ടോ. നമ്മളാണെങ്കിൽ നേരെ തിരിച്ചാലേ. നമ്മുടെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു കാൽ ഗ്ലാസ്സോളം ഒഴിക്കും, ബാക്കി ഐസ് ക്യൂബ് ഇട്ടിട്ട്. അതിനോട് കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. ഇവിടെ പെണ്ണുങ്ങളും കഴിക്കും. എല്ലാവരും കഴിക്കണമെന്നൊന്നുമില്ല. ചിലർ കഴിക്കും, ചിലർ കഴിക്കില്ല, അങ്ങനെയൊക്കെ. പിന്നെ ഒരു മധുരം പപ്പിൻ്റെ ഒരു സ്റ്റൈലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഞ്ഞ് ബ്രാൻഡി എന്നാണെന്നൊന്നും അറിയത്തില്ല, അവർ അങ്ങ് കഴിക്കുന്നു. പിന്നെ ബൊക്ക ഇട്ട് കൊടുക്കുന്നു, ഒരു വൈൻ കുപ്പി ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനത്തെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ നാട്ടിൽ ഉള്ള ഇതൊക്കെ തന്നെയാണ്. എന്നിട്ട് കല്യാണം എങ്ങനെയാണെന്ന് കണ്ടില്ല. ഇത് റിസപ്ഷനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഫുഡൊക്കെ വെറൈറ്റി ആട്ടോ. എന്തെല്ലാം ഫുഡ് വരുന്നു. അതിൻ്റെ ഒന്നും പേരെന്തല്ല. കൂടുതലും ചോപ്പ് സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇവർ കഴിക്കുന്നത്. 2 കമ്പ് വെച്ചിട്ട് എങ്ങനെയാണ് കഴിക്കുന്നതെന്നൊക്കെ അതൊക്കെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. എനിക്കറിയത്തില്ല കേട്ടോ കഴിക്കാനേ. ഞാൻ സ്പൂണും ഫോർക്കൊക്കെ വെച്ചിട്ടാണ് കഴിച്ചത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയെല്ലാം കഴിഞ്ഞ് ഈ സ്റ്റേജിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പെണ്ണ് പുറത്തേക്ക് വന്ന് എല്ലാവരുടെയും കൂടെ മിങ്കിൾ ചെയ്ത് പിന്നെ ചിയേഴ്സ് പറഞ്ഞു ഒരു ഗ്ലാസ് കഴിക്കും. പിന്നെ എല്ലാവരുടെയും കൂടെ ഡാൻസ് കളിക്കും. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു കേട്ടോ. ജോളിയായിട്ടുള്ള പരിപാടി. നമ്മുടെയെന്ന് പറഞ്ഞാൽ ചെറുക്കനും പെണ്ണ് ആ സ്റ്റേജിൽ നിന്ന് പിന്നെ ഇറങ്ങുന്നില്ലല്ലോ. പിന്നെ ഫുഡ് കഴിക്കാനെങ്ങാനും പുറത്തേക്കിറങ്ങി. പിന്നെ നമ്മൾ അവരുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ അന്നേരം തന്നെ സ്കാൻ ചെയ്ത് നമുക്ക് നമ്മുടെ ഫോണിലിട്ട് എടുക്കാം. അങ്ങനെയൊക്കെയുള്ള സംവിധാനമാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവിധ ആശംസകളും. ഹാപ്പി മാരീഡ് ലൈഫ് പറഞ്ഞ് ഞങ്ങൾ പോകുന്നു.